ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു സന്തോഷമൊന്നുമില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുറച്ചും കൂടി ശബ്ദത്തിൽ പറയാൻ പറ്റുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദിമത്തിൻ്റെ തിരുനാളിൻ്റെ 1000 മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ്. ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. മഴയൊക്കെ പെയ്യുന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മഴ ഇപ്പോഴും പറയുക സമൃദ്ധിയുടെ അടയാളമാണെന്ന് പറയുക. അതുകൊണ്ട് സ്വർഗം സന്തോഷിക്കുന്നൊരു ദിവസത്തിലാണ് നിങ്ങൾ ഈ തിരുനാൾ ആഘോഷിക്കുക. നാളെയാണ് മെയിൻ തിരുനാളെന്ന് എനിക്കറിയാം. പ്രത്യേകമായിട്ട് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ആദ്യമേ തന്നെ ഏവർക്കും നേരുകയാണ്. സ്നേഹം നിറഞ്ഞ വികാരിച്ചൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വികാരിച്ചനാണ്. ഒത്തിരിയേറെ തമാശ പറയുന്ന ഒരു വികാരിച്ചൻ. എനിക്ക് ഒത്തിരി കാര്യമാണ് അച്ഛൻ്റെ അടുത്ത് കൂട്ടുകൂടാനും വർത്താനം പറയാനൊക്കെ എനിക്കിഷ്ടം. ഞാൻ ഇത്രയും നേരം ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ചിരിയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു പോകും. ഒത്തിരി സന്തോഷത്തോടു കൂടെ വികാരിച്ചനെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വിപിനച്ചനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എൻ്റെ ഒരു നല്ലൊരു സഹോദരനാണ്, എപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. നല്ലൊരു പാട്ടുകാരനാണ്. യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ചങ്കാണ് എന്നൊക്കെ പറയണ കാൽവരി കുന്നിൻ മുകളിൽ ആ പാട്ടുകളൊക്കെ പാടി വളരെയധികം ഹിറ്റായിട്ടുള്ളൊരു അച്ഛനാണ് ഇന്ന് കുർബാന നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുക. വളരെ സുന്ദരമായിട്ടുള്ളൊരു വിശുദ്ധ ബലി. എൻ്റെ ഇടവക പള്ളിയിലും തിരുനാളായപ്പോഴും അച്ഛനെ തന്നെയാണ് ഞാൻ വിളിച്ചത്. വളരെ മനോഹരമായൊരു വിശുദ്ധ ബലിയിലാണ് നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും ഒക്കെ നിങ്ങൾക്ക് ഈ വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. പ്രത്യേകമായിട്ട് സെൻറ്റ് ആൻ്റണീസ് യൂണിറ്റിനെ നന്ദിയോടുകൂടി ഓർക്കുന്നു. വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ. ഞാൻ ആദ്യമേ വിചാരിച്ചു സെൻറ്റ് ആൻ്റണീസ് യൂണിറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന്. കാരണം ആദ്യം വന്നപ്പോൾ അവർ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ പള്ളിയിൽ നിറച്ച ആൾക്കാരൊക്കെ എത്തി. പ്രത്യേകമായിട്ട് സെൻറ്റ് ആൻ്റണീസ് യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകം നന്ദിയോടുകൂടെ ഓർക്കുന്നു. വളരെ മനോഹരമായിരിക്കുന്നു. പള്ളിയും പരിസരമൊക്കെ വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സമൃദ്ധിയും സന്തോഷമൊക്കെ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ വ്യത്യസ്തമായൊരു തിരുനാളാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് കേട്ടോ. സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ. ഞാനിങ്ങനെ ഇത്രയും നാൾ പ്രസംഗിക്കാനൊക്കെ പോയിട്ട് പല പള്ളികളിലും തിരുനാൾ പ്രസംഗത്തിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് സ്നാപക യോഹന്നാൻ്റെ തിരുനാളിന് പ്രസംഗം പറയാൻ പോണേ. വളരെ വ്യത്യസ്തനായ ഒരു വിശുദ്ധനായ മനുഷ്യൻ്റെ തിരുനാൾ ദിവസമാണ് നമ്മൾ ആഘോഷിക്കുക. നമ്മൾ ജന്മ തിരുനാളാണ് ആഘോഷിക്കുക, മരണ തിരുനാളാണ് ആഘോഷിക്കുക? ജന്മ തിരുനാള് മരണ തിരുനാളല്ലേ? അല്ല, ജന്മ തിരുനാൾ എന്നാ? പണ്ടത്തെ പ്രസംഗ രീതിയൊക്കെ മാറി കേട്ടോ. ഞാനിപ്പോൾ ധ്യാനിപ്പിക്കാനൊക്കെ പോകുന്നതുകൊണ്ട് പറയാ. അപ്പോൾ എന്നെക്കാളും വെളിവും വെള്ളിയാഴ്ചയും ബുദ്ധിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് പറയാ, എനിക്കറിയാം നിങ്ങൾക്ക് നല്ല അറിവുള്ള മനുഷ്യനാണ്, ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. ജന്മ തിരുനാൾ എന്നാ? ജൂൺ 24. സന്തോഷം കേട്ടോ. സഭയിൽ അങ്ങനെ ജന്മ തിരുനാൾ ആഘോഷിക്കുന്ന വളരെ കുറച്ച് മനുഷ്യരുള്ളൂ. ആരൊക്കെയെന്നറിയോ? ആരാ? നിങ്ങൾക്ക് നല്ല വെളിവുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇതിൽ പിടിച്ച് തൂങ്ങാന്ന് വിചാരിച്ച. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം വെളിവൊക്കെ ഉണ്ട് കേട്ടോ. ജന്മ തിരുനാൾ ആഘോഷിക്കുന്ന വേറെ 2 പേരുടെ തിരുനാൾ ആരൊക്കെയാ? ഏതൊക്കെ തിരുനാളാ? മാതാവിൻ്റെ ജന്മ തിരുനാള്, ഈശോയുടെ ജന്മ തിരുനാള്, അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ്റെ ജന്മ തിരുനാൾ ആഘോഷിക്കുക നമ്മൾ ഇന്ന് കേട്ടോ. ഒത്തിരി സന്തോഷം, ഒത്തിരി അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുന്നു. നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ പേടിയാണ് അധികം നേരം പ്രസംഗിക്കാൻ. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ 8 മിനിറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 8 മിനിറ്റിനുള്ളിൽ ഒരു തിരുനാൾ പ്രസംഗം പറഞ്ഞു പോകാൻ പറ്റത്തില്ല. എങ്കിലും കുറച്ച് നേരമെങ്കിലും എടുത്താലും നിങ്ങൾ കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്നു അല്ലേ? പ്രശ്നമില്ലല്ല. തിരുനാളിൽ മാത്രമല്ല ഇങ്ങനെ കേട്ടുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അധികം ദീർഘിപ്പിക്കാതെ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തിക്കോളാം. എനിക്ക് സ്നാപക യോഹന്നാനെ കുറിച്ച് ഞാൻ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ എന്ത് പറയും എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നതെന്നറിയോ? സ്നാപക യോഹന്നാന്റെ തൻ്റെ ഇടമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. കൊല്ലുമെന്ന് അറിഞ്ഞിട്ടും പോയി നിന്നവനാ. മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും തൻ്റെ വിശ്വാസത്തെയും തൻ്റെ ബോധ്യത്തെയും മുറുകെ പിടിച്ചവനായിരുന്നു സ്നാപക യോഹന്നാൻ. കൊല്ലുമെന്ന് ഉറപ്പുണ്ട്, മരണം മുമ്പിലുണ്ട്, കഴുത്തറക്കുമെന്ന് അറിയാം, എല്ലാം അറിയാം. മുമ്പിൽ നിൽക്കുന്നത് മരണമാണെന്നറിയാം. കാരണം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന രാജാവിനെതിരെയാണ് അവൻ കുറ്റപ്പെടുത്തുക. നീ ചെയ്തത് തെറ്റാണെന്ന് സന്തോഷത്തോടെ തൻ്റെ ഇടത്തോടുകൂടെ ഏറ്റുപറഞ്ഞ ഒരു വിശുദ്ധന്റെ തിരുനാള്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യനറിയാം ഞാൻ മരിക്കൂന്നറിയാം, ഞാൻ ചാവൂന്നറിയാം, ഞാൻ ചത്തുപോകുന്നറിയാം, എൻ്റെ മുമ്പിൽ മരണമാണെന്നറിയാം. എന്നിട്ടും തൻ്റെ വിശ്വാസത്തിന് വേണ്ടി, താൻ ആർജിച്ചെടുത്ത തൻ്റെ ബോധ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചവനായിരുന്നു സ്നാപക യോഹന്നാൻ. ആ സ്നാപക യോഹന്നാന്റെ തിരുനാള് നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ?
എൻ്റെ വിശ്വാസത്തിൽ തൻ്റേടിയാകാൻ എനിക്ക് പറ്റുന്നുണ്ടോ? സന്തോഷത്തോടുകൂടെ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അവിടെയാണ് ഈ തിരുനാളിന് പ്രസക്തി ഉണ്ടാക്കുക. കേട്ടോ, ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. വളരെ വൃത്തികെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കും അറിയാം, എങ്കിലും നിങ്ങളോട് ചോദിക്കുക. ഞാൻ ചോദിക്കുമ്പോൾ വിഷമമുണ്ടാകുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേര്. എങ്കിലും ഞാൻ ചോദിക്കാം, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവര് ഒന്ന് കൈവോക്കേ. സ്ത്രീകളുടെ ഭാഗത്ത് ആരുമില്ല, പുരുഷന്മാരുടെ ഭാഗത്ത് ആരെങ്കിലും? നിങ്ങൾ ആരും പോണില്ലേ? അല്ല, സാധാരണ ഏതെങ്കിലും പള്ളി ചെന്നാൽ ഒരാളെങ്കിലും 2-3 പേരെങ്കിലും പൊക്കാറുണ്ട്. ഇതാരുമില്ലേ? ഞാനും ജോസച്ചനും വിപിനച്ചനൊക്കെ സ്വർഗത്തിലിരിക്കുമ്പോൾ വിചാരിച്ച മറ്റെന്ന് തോന്നുന്നു, എന്തെങ്കിലും ആവട്ടെ. അപ്പം ഞങ്ങളൊക്കെ സ്വർഗത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ആരെയും കാണാൻ പറ്റത്തില്ല? നിങ്ങൾ ആരും വന്നില്ലേ? ആരുമില്ല. ഒരു പുരുഷൻ പൊക്കിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും? ഞാൻ പുരുഷനെ എല്ലാവരും കൂടി നോക്കണ്ട. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇടവൈ 1ാം ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ, കാറ്റഗിസം പഠിക്കാനായിട്ട് ചെന്നിരിക്കുമ്പോൾ കുട്ടികളിങ്ങനെ വട്ടെടുത്തിട്ട് ടീച്ചർമാർ പഠിപ്പിക്കും, മക്കളെ എവിടെ പോകണം? ഉത്തരം പറ. എവിടെ പോകണം? സ്വർഗത്തിൽ പോകണം. 1ാം ക്ലാസ് തൊട്ട് എത്രാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചോന്ന് ഞാൻ ചോദിക്കുന്നില്ല. എത്രാം ക്ലാസ് വരെ ഉണ്ട്? 12ാം ക്ലാസ് വരെ ഉണ്ട്. 12 വർഷം പഠിച്ചു. എവിടെ പോകാനാ? ഉച്ചത്തിൽ പറ. എവിടെ പോകാനാ? സ്വർഗത്തിൽ പോകാനാ പഠിച്ചേ. 12 വർഷം. നമ്മളൊക്കെ ജീവിക്കുന്നത് എവിടെ പോകാൻ വേണ്ടിയാ? സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എന്തോരം ധ്യാനം കൂടിയുണ്ട് നിങ്ങൾ, എന്തോരം കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്, എത്ര പ്രസംഗം കേട്ടിട്ടുണ്ട്. ദൈവം വന്നേക്കൊണ്ട് ഒരു തിരുനാള്, ദൈവ പ്രസംഗങ്ങൾ കേട്ടോണ്ടിരിക്കുക. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുണ്ടോ? എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടോ? എവിടെ? ആർക്ക്? നമ്മുടെ കുഴപ്പം എന്നറിയോ? നമുക്ക് അറിവിന്റെ പ്രശ്നമല്ല. നമുക്കറിയാം തൻ്റെ ഇടത്തോടു കൂടെ എൻ്റെ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ നമുക്കറിയാം. എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അവിടെയാണ് ഈ തിരുനാളിന് പ്രസക്തി ഉണ്ടാക്കുക. അല്ലാതെ പടക്കം പൊട്ടിക്കണ്ടെന്ന് പറയില്ല. ബാൻഡ് മേളം, ചെണ്ടമേളം, അലങ്കാരം, സീരിയസ് സെറ്റ് ഒക്കെ നിങ്ങൾ തൂക്കിക്കോ. പക്ഷെ എൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു തിരുനാള്? ചിന്തിച്ചോക്ക്. വെളിവുണ്ടല്ലോ, ബുദ്ധിയുണ്ടല്ലോ. നമ്മുടെ നാട്ടില് ഒരു പഴഞ്ചൊല്ല് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ പഴഞ്ചൊല്ലൊക്കെ പഠിച്ചോണ്ടിരുന്നാൽ മതി കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. 12 വർഷം കാറ്റഗിസം പഠിച്ചു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഞായറാഴ്ച മിക്കവാറും അച്ഛൻ്റെ സന്ദേശങ്ങൾ കേൾക്കുന്നവരുണ്ട്. നീ അതൊന്നും പോരാണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇരുന്ന് കേൾക്കണ്ട് ഈ വചനം കേൾക്കല് മാത്രമേ ഉള്ളൂ. ജീവിതത്തിനുണ്ടോ? ചിന്തിക്ക്. അവിടെയാണ് എൻ്റെ ജീവിതം ചിന്തനീയമാകുക. അവിടെയാണ് എൻ്റെ ജീവിതത്തിന് ഉത്തരം കിട്ടുക. അല്ലാതെ തിരുനാൾ ആഘോഷിച്ചിട്ട് എന്താ കാര്യം? പടക്കം പൊട്ടിച്ച നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? നിങ്ങളോടാ. പടക്കം പൊട്ടിച്ചൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട്, ചെണ്ട കൊട്ടിക്കോ, ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കുട്ടിക്കോ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവേണ്ട ഈ തിരുനാള്. നിങ്ങൾ ഇനി സ്നാപക യോഹന്നാന്റെ തിരുസ്വരൂപത്തിൽ തൊട്ടുമുത്തി പ്രാർത്ഥിക്കുമ്പോൾ, ആ പുണ്യവാന്റെ മുമ്പിൽ മുട്ടുകുത്തി കണ്ണുനീരോടുകൂടെ നിന്റെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ ഒന്ന് ഓർത്തു നോക്ക്, എൻ്റെ ജീവിതത്തിന് എന്ത് മാറ്റം ഉണ്ടാകുന്നുണ്ട്? പഴയതിനേക്കാളും മോശമായിട്ട് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുക അല്ലേ? പഴയതിനേക്കാളും ഞാൻ നന്നാവാണോ? അല്ല, പഴയതിനേക്കാളും ഞാൻ ചീത്തയായിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും തെറ്റിൽ നിന്നും തെറ്റിലേക്ക് തന്നെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ എങ്ങനെയാ? എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? നന്നായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? എൻ്റെ വിശ്വാസത്തെ ഏറ്റുപറയാൻ എനിക്ക് പറ്റുന്നുണ്ടോ? സ്നാപക യോഹന്നാനെ പോലെ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിലാ ഈ തിരുനാളിന് ആഘോഷം ഉണ്ടാകുള്ളൂ, അനുഗ്രഹം ഉണ്ടാകുള്ളൂ. നമ്മുടെയൊക്കെ പണ്ട് നമ്മുടെയൊക്കെ ചെവിയിലൊക്കെ പാടി പതിഞ്ഞ ഒരു പാട്ടുണ്ട്. ഞാൻ പാടുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. ദുഃഖത്തിൻ്റെ പാന പാടുന്നത്, ദുഃഖത്തിൻ്റെ പാന ചുച്ചത്തില് നിർത്ത്. അറിയാഞ്ഞിട്ടാണോ? അല്ല, ഒന്നിച്ചു പാട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ
ഒന്നുകൂടി ഒന്ന് പാടി. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ സന്തോഷത്തോ ഹല്ലേലൂയ. ആരെഴുതിയതാ ഈ പാട്ട്? നിങ്ങൾക്കറിയാം ആരെഴുതിയ പാട്ടാ? സാധു കൊച്ചുകുഞ്ഞു എന്ന് പറഞ്ഞൊരു ഉപദേശി എഴുതിയ പാട്ടാ. ഉപദേശി എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ മൈക്കിലൊക്കെ പ്രസംഗിച്ച് കവലയിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്ന ആൾക്കാർ അവരാണ് ഉപദേശികളെ നമ്മൾ വിളിക്കുക. ഇദ്ദേഹം എവിടെയാണെന്നറിയോ? ചങ്ങനാശ്ശേരി അടുത്ത് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ജനിച്ചൊരു മനുഷ്യനാ. ഒരു ചെറ്റക്കുടലിൽ ജീവിച്ച മനുഷ്യനാ. 100-110 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാട്ട് എഴുതപ്പെട്ടതാ. എപ്പോഴാണ് എഴുതണമെന്നറിയോ ഇദ്ദേഹം ഈ പാട്ട്? ഇദ്ദേഹത്തിന്റെ 3 മക്കളാ. രണ്ടാമത്തെ മകന്റെ പേര് സാമുവേൽ എന്നാ. ഒരു അസുഖം ബാധിച്ച് ഇദ്ദേഹം, ഈ സാമുവേൽ എന്ന ഈ ചെറിയ മകൻ മരിച്ചുപോയി. ഇദ്ദേഹം ശ്രീലങ്കയില് സുവിശേഷ വേലയ്ക്കായിട്ട് പോയേക്കാം. ശ്രീലങ്കയില് സുവിശേഷ വേലയ്ക്കായിട്ട് പോയിരിക്കുന്ന ഇദ്ദേഹം കേട്ടു തൻ്റെ രണ്ടാമത്തെ മകൻ ഒരു അസുഖം ബാധിച്ച് മരിച്ചു. അദ്ദേഹം ശ്രീലങ്കയിലെ സുവിശേഷ വേല നിർത്തി തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ചങ്ങനാശ്ശേരി അടുത്തുള്ള ചെങ്ങന്നൂർ എന്ന നാട്ടില് തൻ്റെ ഈ ചെറ്റക്കുടലിന് മുമ്പില് ആൾക്കാർ മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുക. പലരും നിലവിളിക്കുക, പലരും ചങ്കത്തടിച്ച് നിലവിളിക്കുക. എന്തിനാ ദൈവം ഇങ്ങനെ ചെയ്തേ? എന്തിനാ ഇത്രയും നല്ലൊരു പൈതലിനെ ദൈവം തിരിച്ചെടുത്തേ? എന്ത് പാതക ഇവർ ചെയ്തുകൊണ്ടിരിക്കണേ? എന്തിനാ ദൈവം ഇങ്ങനെ ഇവിടെ കാണിച്ചേ? പലവിധ ചോദ്യങ്ങള് ഈ മരണസംസ്കാര ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് മുഴങ്ങുന്നുണ്ട്. പലരും പരിഹസിക്കുന്നുണ്ട്. ദൈവത്തെ വിളിച്ചിട്ട് എന്ത് കിട്ടി? പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? ദൈവവചനം പ്രസംഗിച്ചിട്ട് എന്ത് കിട്ടി? പലരുടെയും ചോദ്യങ്ങളുടെ മുമ്പിലേക്ക് ഈ മനുഷ്യൻ വന്നെ, പലരുടെയും പ്രശ്നങ്ങളുടെ മുമ്പിലേക്ക് ഈ മനുഷ്യൻ വന്നെ, പലരുടെയും പരിഹാസങ്ങളുടെ മുമ്പിലേക്ക് ഈ മനുഷ്യൻ വന്നെ. ഇദ്ദേഹം വന്നിട്ട് എന്താ ചെയ്യണമെന്നറിയോ? തൻ്റെ ചെറ്റക്കുടിലേക്ക് കടന്നു വരാ. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം തൻ്റെ തണുത്തുറഞ്ഞ മകന്റെ ശരീരത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇനി ഒരിക്കലും അപ്പ എന്ന് വിളിക്കാത്ത അവന്റെ അതരത്തിലേക്ക് നോക്കി, ഇനി ഒരിക്കലും കണ്ണു തുറക്കാത്ത അവന്റെ കണ്ണിലേക്ക് നോക്കി, തണുത്തുറഞ്ഞ തൻ്റെ മകന്റെ ജീവച്ഛവമായ ശരീരത്തെ പുലുകിക്കൊണ്ട് പാടിയ പാട്ടത്. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടെ ഞാനത് വാങ്ങിച്ചിട്ട് ദൈവത്തിന് 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 ഹല്ലേലൂയ പറയുന്നു. നമുക്ക് പറയാൻ പറ്റുമോ? ജീവിതത്തിൽ ഒരു കടബാധ്യത വരുമ്പോ നിങ്ങൾ ആരെങ്കിലും പറയോ ദൈവമേ നന്ദി? പറയോ? എൻ്റെ ജീവിതത്തിൽ ഒരു ക്യാൻസർ വരുമ്പോ പറയോ ദൈവമേ നന്ദി? എൻ്റെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക ഞെരുക്കം വരുമ്പോ പറയോ ദൈവമേ നന്ദി? നിങ്ങൾ ഓർക്കണം, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷവും ചേർത്ത് വെച്ച ഒരു മകൻ മരിച്ചു കിടക്കുമ്പോ പറയാ ദൈവമേ നന്ദി. നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളില് ഒത്തിരിയേറെ വേദനകൾ ഏൽപ്പിക്കപ്പെടേണ്ടുന്ന സാഹചര്യങ്ങളില് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, ഉദ്ദേശിച്ച പോലെ പല കാര്യങ്ങളും നടക്കാതിരിക്കുമ്പോ, നീ രോഗിയാകുമ്പോ, സഹനങ്ങൾ നിന്നെ ഓരോ ദിവസവും വേദനിപ്പിക്കുമ്പോ, നിന്റെ മക്കളാല് നിന്റെ ജീവിത പങ്കാളിയാല് നീ ഒത്തിരിയേറെ തകർച്ചകൾ അനുഭവിക്കുമ്പോ നിനക്ക് പറയാൻ പറ്റോ ദൈവമേ നന്ദി? ഹല്ലേലൂയ. ജീവിതത്തിൽ പറയാൻ പറ്റുമ്പോഴാ നിന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കുക. അപ്പോഴേ ഈ തിരുനാളിന് അർത്ഥം ഉണ്ടാവുക. അപ്പോഴേ ഈ തിരുനാളിന് ഒത്തിരിയേറെ ഭംഗി ഉണ്ടാക്കുക. സ്നാപകൻ അങ്ങനെയായിരുന്നു. ജീവിതത്തിലെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ ബോധ്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ വിശ്വാസത്തിന് വേണ്ടി, ദൈവമേൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി, അത് തൻ്റെ ഇടത്തോടു കൂടെ അന്ന് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന രാജാവിന്റെ മുമ്പില് ചോദ്യശരങ്ങൾ ഉയർക്കാൻ അവന്റെ നാവിന് തഴക്കമുണ്ടായിരുന്നില്ല. അവൻ തൻ്റെ ഇടിയായിരുന്നു. നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളില് ബുദ്ധിമുട്ടുകൾ വരുമ്പോ നിനക്ക് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പറയുന്ന ഒരു ടോക്കുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സാധന. ഞാനൊരു ധ്യാന പ്രസംഗം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകാൻ നേരത്ത്, എൻ്റെ പള്ളിയിലേക്ക് പോകാൻ നേരത്ത്, ഞാനിങ്ങനെ സാധാരണ അങ്ങനെ ഫോണൊന്നും എടുക്കാത്തൊരു മനുഷ്യനാ. അത്യാവശ്യം ഫോണുകൾ മാത്രമേ അങ്ങനെ എടുക്കാറുള്ളൂ. ഞാനിങ്ങനെ കാറിൽ കയറിയിരിക്കുന്ന സമയത്ത് യാത്രയാണല്ലോ എന്ന് വെച്ചാൽ എനിക്ക് കോള് വന്നു. 9:30 മണിക്ക് ധ്യാനം കഴിഞ്ഞ് കയറിയ വഴിക്ക് ആ സംസാരിക്കുന്ന ആള് പറയാ, ഒരു സ്ത്രീയാ സംസാരിക്കുന്നത്, ഒരു പെൺകുട്ടിയാ സംസാരിക്കുന്നത്. എടുത്ത വഴിക്ക് പറയാ, അച്ഛാ ഞാൻ മരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, പെണ്ണുമോളെ നീ ഇപ്പം മരിക്കണ്ട, പിന്നീട് എപ്പോഴെങ്കിലും ചത്തോ, അച്ഛന് കുഴപ്പമില്ല. അവൾ എപ്പോഴും പറഞ്ഞു, അച്ഛൻ ഞാൻ മരിക്കാൻ പോവാ. ഞാൻ ചോദിച്ചു എന്തിയേ നീ അങ്ങനെ പറയണേ?
അവൾ എന്നോട് പറയാ, അച്ഛാ അവൻ എന്നെ പറ്റിച്ചു. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ പോട്ടടി, അത് പോട്ടെ, നീ വിട്ടുകളാ, നീ ദൈവത്തിൽ പ്രാർത്ഥിക്ക്, ദൈവത്തിൽ വിശ്വസിക്ക്, നീ മുന്നോട്ട് പോ. ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ പറയും, ഇല്ലേച്ചോ എനിക്ക് പറ്റില്ല, 8 വർഷത്തെ പ്രണയ, ഞങ്ങൾ സ്നേഹിച്ചതാ, വിവാഹം കഴിക്കാതെ തീരുമാനിച്ചതാ, ഇപ്പൊ അവൻ എന്നെ വേണ്ട. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, നീ വിഷമിക്കണ്ട, ദൈവം നിന്നെ കാത്തുകൊള്ളും, നീ പ്രാർത്ഥിക്ക്. അവൾ പറഞ്ഞു, ഇല്ലച്ചോ ദൈവം ഇല്ല, ഞാൻ എന്തോരം പ്രാർത്ഥിക്കണമെന്നറിയോ, എത്ര വർഷമായി എന്നറിയോ, എന്തിനാച്ചാ അവനെ ദൈവം എന്നിൽ നിന്ന് അകറ്റിയേ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, നീ വിഷമിക്കണ്ടടി, ദൈവം നിന്നെ കാത്തുകൊള്ളടി, നീ പ്രാർത്ഥിക്കടി. അവൾ പറഞ്ഞു, ഇല്ലച്ചോ ദൈവം പറയുന്നതൊക്കെ വെറുതെയാ, ദൈവം ഉണ്ടെന്ന് പറയുന്നതൊക്കെ വെറുതെയാ, ഞാൻ എന്തോരം ഉപവാസം എടുക്കണോ, എന്തോരം പ്രാർത്ഥിക്കണോ, എന്തോരം ജപമാലയിലണോ, എന്തോരം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണോ, കണ്ണുനീര് ഒഴുക്കിയാച്ചാ ഞാൻ പ്രാർത്ഥിക്കണേ അവൻ തിരിച്ചു വരാൻ. ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഫിക്സ് ചെയ്തൊരു കാര്യമാണ്, എന്തിനാച്ചാ ദൈവം എന്നിൽ നിന്ന് അവനെ അകറ്റിയേ. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, നീ വിഷമിക്കണ്ട, നീ പ്രാർത്ഥിക്ക്, ദൈവം നിനക്ക് നല്ലത് തരും. അവൾ പറഞ്ഞു, ഇല്ലച്ചോ ഞാൻ വെറുതെയാ പ്രാർത്ഥിക്കുന്നതൊക്കെ, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി, ഞാൻ എന്തിനെങ്ങനെ ജീവിക്കണേ, ഞാൻ എന്തിനെങ്ങനെ വിശ്വസിക്കണേ, ജപമാല 2 നേരം ചെല്ലുവച്ചാ, എന്തിനാച്ചാ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട്. നിങ്ങൾ ഓർക്കണം, 9:30 മണി തൊട്ട് 11:30 മണി വരെ എൻ്റെ പള്ളിയിൽ എത്തണ നേരം വരെ ഞാൻ ഈ സാധനത്തിനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. 11:30 മണിക്ക് എൻ്റെ പള്ളി ചെന്നിട്ട് ഞാൻ ചോദിച്ചു, നിന്റെ തീരുമാനം തൊട്ടാ, ഞാൻ മരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, നീ ഫോൺ വെക്കി, പോയി ചത്തോ, കുഴപ്പമില്ല. അവൾ അപ്പം തന്നെ ഫോൺ വെച്ചു. പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത എന്തെന്നറിയോ, അവൾ സൂയിസൈഡ് ചെയ്തു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരാളെ നിന്നെ പറ്റിച്ചാൽ, ഒരാളെ നിന്നെ വേദനിപ്പിച്ചാൽ തീരുന്നതാണോ നിന്റെ വിശ്വാസം, നിന്റെ പ്രത്യാശ? നീ എന്ത് ക്രിസ്ത്യാനിയാപ്പോ? ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോ, വേദനകൾ ഉണ്ടാകുമ്പോ ചങ്കൂറ്റത്തോടെ ഏറ്റെടുക്കുന്നവനല്ലേ ക്രിസ്ത്യാനി? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അഭിമുഖീകരിക്കുന്നവനല്ലേ ക്രിസ്ത്യാനി? നീ ഏറ്റെടുത്ത വിശ്വാസത്തിന്റെ തോത് എവിടെയാ? ഞാൻ എന്നിട്ട് ഇത് അറിയണ എങ്ങനെയാണെന്നറിയോ, ഇവള് രാവിലെ സൂയിസൈഡ് ചെയ്തു. ഒരു ചെറിയ വീട്ടിലെ ഇവള് താമസിക്കുന്നേ, അമ്മ മാത്രമേ ഇവൾക്കുള്ളൂ. ഈ പഴയ വീട്ടിലാ. അമ്മ നോക്കിക്കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ സ്വന്തം കൊച്ചൊരു ഫാനിൽ തൂങ്ങിക്കിടക്കാം. അമ്മ അറിഞ്ഞു, എങ്ങനെയോ ശബ്ദം കേട്ട് ഇവള് സ്റ്റൂളിൽ നിന്ന് തൂങ്ങിയേ. അപ്പൊ സ്റ്റൂള് മറിഞ്ഞു വീണപ്പോ അമ്മ നോക്കിക്കഴിഞ്ഞപ്പോ സ്വന്തം കൊച്ചു തൂങ്ങിക്കിടക്കണു. ഇവള് അമ്മ വാതിൽ ചവിട്ടി തുറന്ന് നേരെ ചെന്ന് കൊച്ചിന്റെ കാൽക്കൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊച്ചിനെ പൊക്കി നിർത്തി. കാരണം അമ്മയ്ക്ക് പൊക്കിയെടുക്കാൻ പറ്റുന്നില്ല, ഈ ഹുക്കിട്ട്, ഒരു ഫാനിലെ ഹുക്കിട്ട് തൂങ്ങിയേക്കാ, കൊച്ചിനെ പൊക്കിയെടുക്കാൻ പറ്റുന്നില്ല. അമ്മ നിലവിളിച്ച് നാട്ടുകാരെയും അയൽവക്കക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. എല്ലാവരും കൂടി വന്നു, കൊച്ചിനെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. നിങ്ങൾക്കറിയാം, ആത്മഹത്യ ശ്രമം എന്താകും? ഉത്തരം പറ, എന്താകും? പോലീസ് കേസാവും. പോലീസ് വന്ന് ഏറ്റവും ആദ്യം പരിശോധിക്കാൻ പോകണം എന്തായിരിക്കും? ഈ കൊച്ചിന്റെ മൊബൈല്. ഈ കൊച്ചിനെ ഏറ്റവും അവസാനം വിളിച്ചതാരാ? നിങ്ങൾ കിളിക്കി ഉത്തരം പറ. എനിക്കൊരു കോള് വന്നു, വളരെ മാന്യമായിട്ടാ അദ്ദേഹം വിളിച്ചേ. പോലീസുകാരനാന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ട്രൂ കോളർ ഇട്ടിട്ടുണ്ട്. വളരെ മാന്യമായിട്ടാ പോലീസുകാരനോട് സംസാരിച്ചേ. ആദ്യമേ തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ആരടാ നീ? ഞാൻ പറഞ്ഞു, ജിനുവച്ചൻ. ഏത് കിനുവച്ചൻ? ഞാൻ പറഞ്ഞു, ഈ പ്രസംഗിക്കാനും ധ്യാനിപ്പിക്കാനൊക്കെ പോണ ജിനുവച്ചൻ. അച്ഛനെന്നോട്ട് ഈ രാത്രി ഈ പെൺകുട്ടിയായിട്ട് സല്ലാപം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ ചാവണോന്ന് പറഞ്ഞ് വിളിച്ചതാ. കൊച്ചച്ച രാവിലെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ വളരെ ക്രിട്ടിക്കലായിട്ട് ആശുപത്രി കൊണ്ടേക്കാം. കൊച്ചിന്റെ അവസ്ഥ വളരെ മോശമാ, അച്ഛൻ ഇവിടെ വരണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ എനിക്കറിയാൻ പാടില്ല, ഞാൻ ഇന്നലെ രാത്രി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഈ 2 മണിക്കൂർ എന്നിട്ട് അച്ഛൻ ആ കൊച്ചിനോട് സംസാരിച്ചേ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ ഇതാ കാരണം. അച്ഛൻ ഇവിടെ വരവാ, ഞങ്ങൾക്ക് കാര്യം അന്വേഷിക്കാനുള്ളതാ. കുറച്ച് നേരത്തിന് ശേഷം ഈ പോലീസുകാരനോട് പറഞ്ഞ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വോയിസ് റെക്കോർഡൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ, അച്ഛനെ ഞങ്ങൾ തിരിച്ചു വിളിക്കാം. വോയിസ് റെക്കോർഡ് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി. കാരണം ഒരു ഡയലോഗ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, നീ വിഷമിക്കണ്ടടി, ദൈവം നിനക്ക് വേണ്ടത് തരും, നീ പ്രാർത്ഥിക്കടി. ഇത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, സാറ് വോയിസ് റെക്കോർഡൊക്കെ പരിശോധിച്ചോ? ഉത്തരം സാറിന് കിട്ടും. കുറേ നേരത്തിന് ശേഷം ഈ പോലീസുകാരനെ തിരിച്ചു വിളിച്ചു. ആദ്യമേ പറയുന്നത് സോറി പറഞ്ഞിട്ട് ഈ പോലീസുകാരൻ തുടങ്ങണേ, അച്ഛാ റിയലി സോറി. ഞാൻ ആ പോലീസുകാരോട് സംസാരിച്ചു, എന്താ സാറേ കാര്യം എന്താ? അച്ഛൻ ഇന്നലെ സംസാരിച്ച പെൺകുട്ടി ഇന്ന് രാവിലെ സൂയിസൈഡ് ചെയ്തു, വളരെ ക്രിട്ടിക്കലായിട്ട് ICUയിൽ കിടക്കുക, എന്താകും എങ്ങനെയാകും എന്ന് അറിയാൻ പാടില്ല, ഞങ്ങൾ അന്വേഷണം തുടരാ, കാരണം ആത്മഹത്യ ശ്രമ. അച്ഛനെ അറിയാവുന്ന കേസുകളൊക്കെ പറയണം. ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. അവസാനം ഈ പോലീസുകാരൻ ഫോൺ വെക്കണതിന് മുമ്പ് എന്നോട് പറഞ്ഞ കാര്യം അറിയോ? അച്ഛാ ഒരു കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു, പറയ്. അച്ഛൻ സൂക്ഷിക്കണോട്ടാ, ശരിയല്ലേ?
എനിക്കിപ്പോൾ പേടിയാ ഫോൺ എടുത്ത് സംസാരിക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ എനിക്ക് മെസ്സേജ് അയച്ചേക്കാ, അച്ഛാ എനിക്ക് അവസാനമായിട്ട് അച്ഛനോടും മിണ്ടണം, എന്നിട്ട് എനിക്ക് മരിക്കണം. അത് കേട്ട വഴി ഞാൻ അവൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാ. എനിക്കിപ്പോൾ പേടിയാ, ക്രിസ്ത്യാനിയോട് സംസാരിക്കാൻ എനിക്ക് പേടിയാ. കാരണം എന്താണെന്നറിയോ? ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ മുന്നിൽ നിൽക്കുന്നത് മരണം മാത്ര. നീ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ എവിടെയാ? നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എവിടെയാ? ഈയിടെ ആർക്ക സങ്കടമില്ലാത്ത ഈ ലോകത്ത്? ആർക്ക പ്രശ്നമില്ലാത്ത ഈ ലോകത്ത്? ആർക്ക ബുദ്ധിമുട്ടുകളില്ലാത്ത ഈ ലോകത്ത്? നിങ്ങൾ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച ഈ ലോകത്ത് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ഈ ലോകത്ത് എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്, ഈ ലോകത്ത് എല്ലാവരും ബുദ്ധിമുട്ടിലൂടെ പോണേ. ഈ പ്രസംഗിക്കണ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്റെ പൊന്നെ ചച്ചനം തൊട്ട പ്രശ്നം, എന്റെ അപ്പനമ്മയും തീരെ വയ്യാത്ത ആൾക്കാരാ, അവർ രണ്ടുപേരും ക്യാൻസർ രോഗികളാ. ഞാൻ അഭിമാനത്തോടെ പറയണേ, ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടെന്നേ പ്രശ്നങ്ങള്. ഈ പ്രശ്നങ്ങളുടെ മുമ്പില്, ഈ വേദനകളുടെ മുമ്പില്, ഈ രോഗങ്ങളുടെ മുമ്പില് നിന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ നിനക്ക് പറ്റുമോ? അപ്പൊ ഈ തിരുനാളിന് അർത്ഥം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, ഇതിങ്ങനെ പടക്കം പൊട്ടിച്ചും സീരിയസായിട്ടും തൂക്കിയും പ്രദക്ഷിണം നടത്തിയും നല്ലതായിട്ട് അണിഞ്ഞൊരുങ്ങി വന്നും അങ്ങോട്ട് തീരരുതെന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, എനിക്ക് ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളതറിയോ? നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒത്തിരി നിമിഷങ്ങൾ ജീവിതത്തിൽ വരും. ചിലപ്പോൾ നിന്റെ ജീവിത പങ്കാളിയുടെ പ്രശ്നമായിരിക്കും, മക്കളുടെ പ്രശ്നമായിരിക്കും, രോഗമായിരിക്കും, കടബാധിതയായിരിക്കും, കുടുംബത്തിലെ ചില തടസ്സങ്ങളായിരിക്കും, പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ നിന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ നീ പരിശ്രമിക്കുക. അപ്പം നിന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ചിലപ്പോൾ മരണമായിരിക്കും, ചിലപ്പോൾ രോഗമായിരിക്കും, ചിലപ്പോൾ പ്രതിസന്ധിയായിരിക്കും. പക്ഷേ നിന്റെ ചങ്കിൽ എഴുതപ്പെട്ട ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴാ നീ ഒരു ക്രിസ്ത്യാനിയാണെന്നതിൽ അഭിമാനിക്കാൻ പറ്റും. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിമുഖീകരിക്കാൻ തൻ്റെ ഇടത്തോടു കൂടെ കർത്താവ് പറഞ്ഞു തന്ന ആ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ ഒന്ന് പരിശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്നാപകയോഹന്നാനെ ഞാൻ കുറിച്ച് എപ്പോഴും വായിക്കുമ്പോൾ ഇത്രയും തൻ്റെയോടുള്ള മനുഷ്യൻ എത്രമാത്രം വിനീതനായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ വരച്ച് കാണിക്കുന്നുണ്ട്, അല്ലേ? അവൻ്റെ ചെറുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. നിങ്ങൾ ഓർത്തോക്കെ, ഈ സ്നാപകയോഹന്നാനെ കുറിച്ച് തിരുനാൾ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണാനും ഈശോയോടൊപ്പം ജീവിച്ചൊരു മനുഷ്യനാ. ഈശോയെ പോലും അതിനും മാത്രം വെല്ലുവിളിക്കാവുന്ന പ്രസംഗങ്ങൾ നടത്തിയൊരു മനുഷ്യനാ. ഈശോയോടൊപ്പം തന്നെ ആ നാട്ടിൽ ജീവിച്ച്, ആ മണം ശ്വസിച്ച്, ആ വായു ശ്വസിച്ച് ജീവിച്ചൊരു മനുഷ്യനാ. ഈശോയെ പോലും കിടപിടിക്കുന്ന ഒരു പ്രസംഗം നടത്തിയ മനുഷ്യനാ. അവൻ്റെ പ്രസംഗങ്ങൾക്ക് ആൾക്കാർ ഇഷ്ടം പോലെ വന്നിരുന്നു. പക്ഷേ എല്ലാ ഉന്നതിയിൽ നിൽക്കുമ്പോഴും അവൻ പറഞ്ഞു വെച്ചു, അവൻ്റെ ചെറുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ദൈവം നിനക്ക് തന്ന ഒത്തിരി നന്മകളുണ്ട്. ആ നന്മകളുടെ നടുവിൽ എളിമപ്പെട്ട് ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഇന്ന് വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിട്ടുകൊടുക്കൂല. കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിംഗ് കേസ് വന്നു, വളരെ ബുദ്ധിമുട്ടോടുകൂടെ ഞാൻ കേട്ടിരുന്നു. ഭാര്യ ഒരു കാര്യത്തിനും വിട്ടുകൊടുക്കൂല, ഭർത്താവ് ഒരു കാര്യത്തിനും വിട്ടുകൊടുക്കൂല. സെൻട്രലിൽ ഇരുന്ന് കരയുന്ന രണ്ട് മക്കള്, രണ്ടുപേരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യ്. നോ, നെവർ. അച്ഛാ, എനിക്ക് എൻ്റെ ജീവിതം വേണം. ഞാൻ പറഞ്ഞു, ഭർത്താവ് ഒന്ന് വിട്ടുകൊടുക്ക്. ഇല്ലച്ചോ, അവളവളുടെ തന്നിഷ്ടത്തിനാണ് ഈ ജീവിക്കട്ടെ. രണ്ട് പിള്ളേരിരുന്ന് കരയാ. ചില വാശികൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾ വ്യർത്ഥമാക്കി കളയുന്നത് രണ്ട് ജീവിതങ്ങളാണെന്ന് എപ്പോഴും ഓർക്കുക. നിന്റെ മക്കളുടെ ജീവിതങ്ങളാണെന്ന് ഓർക്കുക. ഇന്ന് വാശിയും വൈരാഗ്യ, അല്ലേ? വിട്ടുകൊടുക്കാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റുമോ? താഴ്ന്നു കൊടുക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഒരു ഡിവോഴ്സിന്റെ വക്കീലെത്തി നിൽക്കുന്ന ഒരു കുടുംബം കൗൺസിലിങ്ങിന് വന്നു. എന്തൊട്ട് ഡിവോഴ്സിന്റെ കാരണം എന്നറിയോ? കേട്ട നിങ്ങൾ ഞെട്ടും. ഞാൻ ചോദിച്ചു, എന്താടാ കാരണം? എനിക്കറിയില്ലച്ചോ. എന്താടാ പ്രശ്നം? എനിക്കറിയില്ലച്ചോ. അച്ഛനൊന്ന് ചോദിക്കുക, അവളോട് ചോദിക്കുക. ഞാൻ ചോദിച്ചു, മോളെ എന്താ പ്രശ്നം? എനിക്കതൊന്നും പറയാനില്ല. അവളിങ്ങനെ മൊബൈലിൽ തള്ളിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തടി പ്രശ്നം? എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ ഡിവോഴ്സ്? എന്തിനാ? എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അവൻ കുടിക്കോ? ഇല്ല. വലിക്കോ? ഇല്ല. പിന്നെ എന്താ പ്രശ്നം? അച്ഛാ, കുടിക്കാൻ വലിക്കാൻ വേണം. അപ്പൊ അത് വേണോ? ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ആണ്. കുടിക്കാൻ വലിക്കുകയും ചെയ്യുന്ന ചെറുക്കന്മാരെ വേണ്ടു, കേട്ടോ. കുടിക്കാത്ത വലിക്കാത്ത ചെറുക്കന്മാർക്കൊന്നും ഡിമാൻഡില്ല. എനിക്കറിയാൻ പാടില്ല എന്താ ഇങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചിന്തിക്കണേന്ന്. എന്തെങ്കിലും ആവട്ടെ. ഞാൻ ചോദിച്ചു, അതാണ് കാരണം? അതല്ല. പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്താ പ്രശ്നം? അവസാനം ഇവള് പറഞ്ഞ പ്രശ്നം അറിയോ? അച്ഛൻ, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. ഞാൻ വെച്ചാൽ ഉറങ്ങാൻ പറ്റാത്ത അത്ര പ്രശ്നം തൊട്ട് ഇവൻ കാണിക്കണേ. ഇവള് പറഞ്ഞത്ര അറിയോ? അച്ഛാ,
ഉറങ്ങുമ്പോ എന്നാ കൂർക്കം വലിയാന്നറിയോ? നിങ്ങൾ ചിന്തിച്ചോക്കെ, കൂർക്കം വലിക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്തേക്കുന്ന ഒരു മനുഷ്യത്തി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു കൊടുക്ക്. വിട്ടുകൊടുക്കാൻ പറ്റണില്ല, ചില കാര്യങ്ങൾ ക്ഷമിക്കാൻ പറ്റണില്ല, മിണ്ടി മിണ്ടി മിണ്ടാതായി പോവാ മനുഷ്യരൊക്കെ. എന്തേ? ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാതെ ജീവിക്കാൻ പറ്റുമോ? ചില കാര്യങ്ങൾ ക്ഷമിക്കാതെ ജീവിക്കാൻ പറ്റുമോ? സ്നാപയോഹന്നാന്റെ ജീവിതത്തിന്റെ ഏറ്റവും മഹത്വമുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത് ആ വിനയ. ഇത്ര ഉന്നതിയിൽ നിൽക്കുമ്പോഴും സ്വന്തം ജീവിതത്തെ താഴ്ത്തി കാണാനുള്ളൊരു മനസ്സ്. എളിമയുള്ളിടത്ത് നന്മയുണ്ടാകുമെന്ന് പറയുന്ന പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ എളിമപ്പെടാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചോക്ക്. ഞാൻ ഉന്നതിയിലായിരിക്കാം, പക്ഷെ എളിമപ്പെടാൻ പറ്റുമോ? എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റുമോ? എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഒന്ന് ക്ഷമിക്കാൻ പറ്റുമോ? ഒന്ന് ചിരിച്ചാൽ തീരാവുന്ന എന്തോരം പ്രശ്നമുണ്ട്. ചിരിക്കോ? നിങ്ങളൊന്ന് ചിരിച്ച്. ബെസ്റ്റ് ചിരി. ഈ ചിരിച്ചാൽ അപ്പം തന്നെ തീർന്നോളാം ബന്ധം കേട്ടോ. ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? ഒന്ന് ചിരിച്ചാൽ തീരും. ചിലർ മിണ്ടില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചിനെയും പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ട് പറഞ്ഞെന്നറിയോ? അച്ഛാ, ഇവളോട് അച്ഛൻ പറയണം ആ ബന്ധം വേണ്ടെന്ന് വെക്കാൻ, ആ ബന്ധം വേണ്ടെന്ന് വെക്കാൻ പറയണം. കൊച്ചു സെന്ററിൽ ഇരുന്ന് കരയാ. ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്തോരം പ്രാർത്ഥിക്കണ അച്ഛാ, എന്തിനാച്ച ഇവളിങ്ങനെ ആ ബന്ധത്തിലേക്ക് പോയേ? കുറച്ചു നേരം ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോ ഭാര്യ കയറി വരാ എൻ്റെ മുറിയിലേക്ക്. ഭാര്യ കയറി വന്നപ്പോ ഭർത്താവ് പോയി. ഭാര്യ പറയാ, അച്ഛൻ ഇവളോട് പറയച്ചാ വേണ്ടെന്ന് വെക്കാൻ പറയച്ചാ. ഭാര്യ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഭർത്താവ് കയറി വന്നു. ഭർത്താവ് കയറി വന്നപ്പോ ഭാര്യ പോയി. ഞാൻ ചോദിച്ചു, ഇവരെന്തിങ്ങനെ കയറി വന്നും കളിച്ചോണ്ടിരിക്കണേ? കുറെ നേരമായി. ഭാര്യ വരുന്നു, ഭർത്താവ് പോകുന്നു, ഭർത്താവ് വരുന്നു, ഭാര്യ പോകുന്നു, ഭാര്യ വരുന്നു, ഭർത്താവ് പോകുന്നു, ഭർത്താവ് വരുന്നു, ഭാര്യ പോകുന്നു. ഞാൻ അവസാനം ചോദിച്ചു, നിങ്ങൾ ആ രണ്ടുപേരും ഒന്നിച്ച് നിൽക്ക്. അത് പറ്റത്തില്ല. കൊച്ചു തല ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചു എഴുന്നേറ്റ് കണ്ണിങ്ങനെ ഉയർത്തിയിട്ട് എഴുന്നേറ്റ് പറഞ്ഞൊരു കാര്യം അറിയോ? അച്ഛാ, ഇതെന്റെ വീട്ടിലെ പ്രശ്നം. ഇവര് തമ്മിൽ മിണ്ടില്ല, ഇവര് തമ്മിൽ വിട്ടുകൊടുക്കില്ല, ഇവര് തമ്മിൽ ക്ഷമിക്കില്ല. പിന്നെ എങ്ങനെയാച്ചോ ഞാൻ സ്നേഹിക്കുക? ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിച്ച പറയും, അമ്മ പറയും നിനക്ക് അപ്പനോടാ സ്നേഹം. എൻ്റെ അമ്മയെ സ്നേഹിച്ച പറയും, അപ്പൻ പറയും നിനക്ക് നിന്റെ അമ്മയോടാ സ്നേഹം. ഞാൻ ആരെയാച്ചോ സ്നേഹിക്കുക? എനിക്ക് ഇൻസ്റ്റഗ്രാം വഴി ഒരു ബന്ധം വന്നു. അവനെന്നെ മനസ്സിലാക്കുന്നുണ്ട്, അവനെന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് വെച്ചാ ഞാൻ അവനെ സ്നേഹിക്കണേ. ഇവർക്ക് രണ്ടുപേർക്ക് എന്നെ വേണ്ട. ഇവരുടെ വാശിയാ, ഇവരുടെ വൈരാഗ്യ. ഇവർ രണ്ടുപേരും സംസാരിക്കത്തില്ല. എങ്ങോട്ടാ നമ്മുടെ പോക്ക്? വിട്ടുകൊടുക്കാൻ നിനക്ക് പറ്റുമോ? ക്ഷമിക്കാൻ നിനക്ക് പറ്റുമോ? ഒന്ന് ചിരിക്കാൻ പറ്റുമോ? ഈ തിരുനാളിന് അർത്ഥമുണ്ടോ? രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അതുകൊണ്ട് പറഞ്ഞിട്ട് അച്ഛൻ നിർത്തിക്കോളാം. ഈ സ്നാപയോഹന്നാന്റെ പ്രസംഗത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്നറിയോ? മാനസാന്തരപ്പെടുവിൻ. നമ്മുടെ ജീവിതത്തെ കാർന്ന് തിന്നേണ്ട ഒരു ചോദ്യമാണത്. മാനസാന്തരപ്പെടുവിൻ. നമ്മളൊന്ന് ഓർത്തോക്കേ, ഒരു തെറ്റ് ചെയ്തിട്ട് മനസ്താപം തോന്നാറുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയോ? അനുതാപമില്ലാത്ത മനുഷ്യർ ഇന്നത്തെ കാലഘട്ടത്തിൽ. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റിൽ തന്നെ ജീവിക്കുന്നവരാ നമ്മൾ. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റിൽ തന്നെ ജീവിക്കുന്നവരാ. ആ തെറ്റ് തിരുത്താൻ നോക്കാറില്ല. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നം അതാ. തെറ്റ് തിരുത്താൻ നോക്കാറില്ല. ഞാൻ കുറ്റം പറയാണെന്ന് അറിയാം. നിങ്ങൾക്ക് കുറ്റം പറയുന്നവർ ഇഷ്ടമാണോ? അല്ല. പക്ഷെ നമ്മൾ കുറ്റം പറയും. നമുക്കറിയാം തെറ്റാണെന്ന്, പക്ഷെ നമ്മൾ പറയും, നമ്മൾ ചെയ്യും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാ. ഒന്ന് ചിന്തിച്ചോക്ക്. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോളൂ. സമയം ദീർഘിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനോട് ക്ഷമിച്ചേരെ. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന ലേബലിൽ അഹങ്കരിക്കുകയല്ല നീ ചെയ്യണ്ടേ. അത് സന്തോഷത്തോടു കൂടെ ഏറ്റെടുക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? ചിലപ്പോൾ കടബാധ്യതയായിരിക്കാം, രോഗങ്ങളായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം, തടസ്സങ്ങളായിരിക്കാം, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. എന്തു ആയിക്കോട്ടെ, എന്ത് തന്നാലും സന്തോഷത്തോടു കൂടെ ഏറ്റെടുക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം, വിനയത്തിൻ്റെ മാതൃക കാണിച്ച ഒരു സ്നാപയോഹന്നാനുണ്ട്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ ഒരു സ്നാപയോഹന്നാൻ. നിൻ്റെ ജീവിതത്തിൽ കുറച്ചൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? വിട്ടുകൊടുക്കാൻ വലിയ കാര്യങ്ങളല്ല, ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഒന്ന് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഒന്ന് ക്ഷമിക്കാൻ പറ്റുമോ? ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? അത്രയും ചെയ്താൽ മതി, നമ്മുടെ ജീവിതം സുന്ദരമാവും. മൂന്നാമത്തെ കാര്യം, ഒന്ന് മാനസാന്തരപ്പെടാമോ? ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഒന്ന് മാനസാന്തരപ്പെടാമോ? ഈ 3 കാര്യങ്ങൾ ജീവിതത്തിനുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലെ ഒരു സുന്ദരമായ ഒരു കഥ പറഞ്ഞിട്ട് നിർത്തിക്കോളാം. അവൻ്റെ ജീവിതത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. വളരെ സുന്ദരമായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. ഈ ഫ്രാൻസിസ് അസീസിയും ലിയോയും കൂടി പ്രസംഗിക്കാൻ പോവും. ഇങ്ങനെ തെണ്ടി നടന്ന പ്രസംഗിക്കണേ, പലയിടത്തും പോയി പ്രസംഗിച്ചിട്ട് ഒരു ദിവസം പാതിരാത്രി സ്വന്തം ആശ്രമത്തിലേക്ക് കയറി വരാ.
താൻ സ്ഥാപിച്ച ആശ്രമത്തിൽ തൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് തൻ്റെ സഹോദരന്മാർ വസിക്കുന്ന ആശ്രമത്തിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞ് രാത്രി പാതിരാത്രി തിരിച്ചു വരാ. അരണ്ട വെളിച്ചത്തിൽ വന്ന് ആശ്രമത്തിൽ മുട്ടി കഴിഞ്ഞിട്ട് ആരും വാതിലോർന്നില്ല. കുറച്ചും കൂടി മുട്ടി. ഉറക്കച്ചടവോടുകൂടെ ഒരു സഹോദരൻ എഴുന്നേറ്റ് വന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് അസിസിയും ലിയോയും മുമ്പിൽ നിൽക്കുക. പക്ഷെ ഇവരുടെ കോലം ഒരു പ്രാകൃത കോല. ഇങ്ങനെ തെണ്ടി നടക്കുന്നവരവർ, ദൈവത്തിന് വേണ്ടി ഇങ്ങനെ പ്രസംഗിച്ച് ജീവിക്കുന്നവർ, ഇങ്ങനെ തെണ്ടി നടക്കുന്ന ഇവരുടെ മുഖം ഒക്കെ വികൃതമായിട്ടുണ്ട്, മുടിയൊക്കെ വളർന്നിരിക്കുന്നു, വളരെ പ്രാകൃതമായൊരു കോലം. ആദ്യം കണ്ടപ്പോൾ ഈ സഹോദരൻ ഉറക്കച്ചടവോട് കൂടെ വന്നുകൊണ്ട് മനസ്സിലായില്ല. ഇദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഫ്രാൻസിസ് അസിസിയോടും ലിയോയോടും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അവസാനം പോകാതെ വന്നപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഫ്രാൻസിസാ ലിയോയാ. പക്ഷെ ഇവർ പറഞ്ഞു, നിങ്ങൾ പൊട്ട പ്രാന്ത, നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിപ്പോ. അവർ ആശ്രമത്തിൽ നിന്ന് ഇറക്കി വിടാ. ആശ്രമത്തിൽ നിന്ന് കല്ലെറിഞ്ഞ് ഓടിക്കുക. ഇവർ രണ്ടുപേരും ഓടി ഒരു പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുന്ന സമയത്ത്, രാത്രിയാന്ന് ഓർക്കണം, പൊട്ടക്കിണറാ, നിറച്ച് മുള്ളുകളുണ്ട്, കുപ്പിച്ചില്ലുകളുണ്ട്. ഇതൊക്കെ ശരീരത്തിൽ കൊണ്ട് ആസകലം മുറിഞ്ഞ് വേദനിച്ച് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ ലിയോ ഒരു അരണ്ട വെളിച്ചം ഈ പൊട്ടക്കിണറ്റിലേക്ക് കടന്നു വരുന്നുണ്ട്. ലിയോ ഫ്രാൻസിസിനെ നോക്കുമ്പോൾ ഫ്രാൻസിസ് ചിരിക്കുക. ലിയോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സഹോദരനായി ലിയോ ഫ്രാൻസിസിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഫ്രാൻസിസേ, സ്വന്തം മഠത്തിൽ ചെന്നപ്പോൾ, ആശ്രമത്തിൽ ചെന്നപ്പോൾ അവരൊക്കെ ചവിട്ടി പുറത്താക്കി നമ്മളെ. ഇപ്പം നമ്മൾ പ്രാണനം കൊണ്ട് ഓടി ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുക. ശരീരം മുഴുവൻ മുറിഞ്ഞിട്ട് ചോര വരാ, വേദനിച്ചിട്ട് പൊളഞ്ഞിട്ട് പാടില്ല, ഒന്നി രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ല, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല, ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, വിശന്നിട്ട് വയ്യ. ഇത്രയും ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ നിനക്ക് എങ്ങനെയാ ഫ്രാൻസിസ് ചിരിക്കാൻ പറ്റണേ? ഫ്രാൻസിസ് ലിയോനെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. വളരെ സുന്ദരമായൊരു ഡയലോഗാ. ആ ഡയലോഗ് ഇങ്ങനെയാ: ലിയോ സഹോദരാ, ഈ ലോകത്തെ ഒരു ദുരിതത്തിനും എന്നെ ദൈവത്തിൽ നിന്നും അകറ്റാൻ പറ്റില്ലെന്ന്. ഈ ലോകത്തിലെ ഒരു ദുരിതത്തിനും എന്നെ ദൈവത്തിൽ നിന്നും അകറ്റാൻ പറ്റില്ലെന്ന്. ഈ ലോകത്തിലെ ഒരു ദുരിതത്തിനും നിങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. വിളിച്ചതിനും കേട്ടിരുന്നതിനും ഇത്രയും നേരം എന്നെ സഹിച്ചതിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.